കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഊരകം അമ്മരുടി ക്ഷേത്രത്തിൻ്റെ അതേ കാലപ്പഴക്കം തന്നെ ഈ ക്ഷേത്രത്തിനുണ്ട്. ഊരകം അമ്മരുടി ക്ഷേത്രത്തിൻ്റെ 4 ദിശകളിലായിട്ട് 4 ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ശ്രീ മഹാവിഷ്ണുവിൻ്റെ നരസിംഹമൂർത്തി അവതാരത്തിൻ്റെ ശാന്തസ്വരൂപമായ പ്രതിഷ്ഠയാണ്. ജലത്തിലേക്ക് നോക്കിയിരിക്കുന്ന പ്രതിഷ്ഠയാണ്. അത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യവർദ്ധനവ്. നാട്ടുകാരും വളരെ ഐക്യത്തോടു കൂടിയിട്ടാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനമായിട്ട് ഈ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നത്. വളരെ കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിൽ ആയ ഒരു വിഗ്രഹം മാത്രം, ഒരു ചെറിയ ശ്രീകോവിൽ മാത്രം ഉണ്ടായിരുന്ന ക്ഷേത്രം ഇത്രയും വിപുലീകരിച്ച് നാട്ടുകാരുടെ ഭക്തന്മാരും ഒരുപാട് പ്രയത്നങ്ങളും അവരുടെ പഴയ കാലത്ത് ആ ദുരിതത്തിൻ്റെ അഭാവം കൊണ്ടും അതുപോലെ തന്നെ കഷ്ടതകളുടെ നടുവിൽ കിടക്കുന്ന ഈ ക്ഷേത്രം, കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരുടെ നടുവിൽ കിടക്കുന്ന ഈ ക്ഷേത്രം ഇത്രയും പുനരുദ്ധാരണത്തിൽ ഇത്രയും പുരോഗമനത്തിലെത്തിയ നാട്ടുകാരുടെയും ഭക്തന്മാരെയും ഒരുപാട് ത്യാഗമായ അനുഭവങ്ങളാണ്. പ്രധാന വഴിപാട് എന്ന് പറയുന്നത് തിരുവോണ പൂജയാണ്. എല്ലാ മാസവും ഭഗവാന്റെ പിറന്നാളായ തിരുവോണം നാളിലാണ് അത് നടത്തുന്നത്. അതിൽ പ്രധാനമായി പാൽപ്പായസം ആണ് കഴിക്കുന്നത്. പിന്നെ കുടുംബൈശ്വര്യത്തിനും കുടുംബ സമാധാനത്തിനും സന്താന ലബ്ധിക്കും അതുപോലെ തന്നെ വിവാഹ മംഗളകർമ്മങ്ങൾക്കും എല്ലാം കൂടി കുടുംബത്തിന് മൊത്തമായിട്ടുള്ള ഒരു ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്നതാണ്. അതിൽ 4-5 പൂജകൾ വരുന്നുണ്ട്. ത്രികാല പൂജ വരുന്നുണ്ട്, കാൽ കഴിച്ചൂട്ട് പൂജ വരുന്നുണ്ട്. അത് ബ്രാഹ്മണശാപം എന്ന കുടുംബത്തിന് വല്ല ബ്രാഹ്മണശാപം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനാണ് കാൽ കഴിച്ചൂട്ട് എന്ന് പറയുന്ന പൂജ നടത്തുന്നത്. പിന്നെ മുറജപം വരുന്നുണ്ട്. പിന്നെ വൈകിട്ട് ഭഗവതി സേവ വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയാണ് നാളിലെ തിരുവോണ പൂജ നടത്തുന്നത്. ഈ ക്ഷേത്രത്തിൽ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ അതേ അനുഭവമാണെന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം വ്യാഴാഴ്ച 30 വ്യാഴാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിൽ വിശേഷ പൂജകളും നല്ല ഭക്തജനക്ക് തിരക്കും അനുഭവം.
എല്ലാ വർഷവും സപ്താഹം നടത്തി വരാറുണ്ട്. അതുപോലെ തന്നെ പ്രതിഷ്ഠാദിനം ഇടവമാസത്തിലെ ചോതി നക്ഷത്രത്തിലാണ്. ഇവിടുത്തെ ഉത്സവാഘോഷം മേടമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ്. വർഷത്തിലൊരിക്കൽ ദ്വാദശനാമ പൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങ്, അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം നടത്തുന്നൊരു ചടങ്ങാണ്. അതിവിടെ ഭഗവാന്റെ 12 ഭാവങ്ങളിലേക്ക് 12 ഭാവത്തിലൂടെ നടത്തുന്ന ഒരു തന്ത്രപൂജയാണ്. എല്ലാ മാസവും ആയില്യപൂജ, നാഗങ്ങൾക്ക് ഇവിടെ നാഗങ്ങളെ കുടിയിരുത്തിയിട്ടുണ്ട്. നാഗങ്ങൾക്ക് എല്ലാ മാസവും ആയില്യപൂജ ഭക്തന്മാരെ ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ ഗണപതിക്ക് എല്ലാ 30 വെള്ളിയാഴ്ചയും ഒറ്റയപ്പം നടത്തുന്നുണ്ട്, വിശേഷ പൂജ. പിന്നെ ദുർഗയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയും കടുംപായസം അങ്ങനെയുള്ള നിവേദ്യങ്ങൾ നടത്തുന്നുണ്ട്.